വെൽക്കം ടു മല്ലു ട്രാവലിക്സ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ കാലത്ത് തന്നെ പള്ളിയിലേക്ക് പോകാനുള്ള യാത്രയാണ്. മാരികുട പള്ളിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് ഒരു 15-20 മിനിറ്റ് നേരം യാത്രയുണ്ട്. എന്നാലും അതാണ് അടുത്തുള്ള ഞങ്ങളുടെ പള്ളി. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. സ്കൂട്ടിയിൽ ഗുസ്തി പിടിച്ചിട്ടാണ് പോകുന്നത്. ചുറ്റുള്ള യാത്രകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു. ചുറ്റും മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ യാത്ര പോകുമ്പോൾ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാം കാലത്ത് തന്നെ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. 7 മണി 7:30 ആകുമ്പോൾ അവിടെ കുർബാന തുടങ്ങും. കാലത്തെ പ്രഭാത പ്രാർത്ഥനയാണ്. അപ്പോൾ ജനങ്ങളും സിസ്റ്റർമാരും അച്ഛന്മാരും എല്ലാവരും കൂടി പ്രഭാത പ്രാർത്ഥന അവിടെ തുടങ്ങും. 7 മണി 7:30 ആകുമ്പോഴാണ് കുർബാന തുടങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം എത്തിച്ച് പോയി. എന്നാലും ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വിട്ടാ. കാരണം കുറച്ച് ദൂരെയല്ലേ പള്ളി. വിശേഷങ്ങളും പാട്ടൊക്കെ പാടി അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു പള്ളിയിലേക്ക്. ഞങ്ങൾ വിചാരിച്ചു ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ടാവുന്നു. സാധാരണ പള്ളിയിൽ 20 പേരൊക്കെയാണ് ഉണ്ടാവാറ്. എന്തായാലും ദൈവത്തിന് അറിയാം എത്ര പേരുണ്ടാകുന്നു. പിന്നെ പാട്ടുകുർബാനയാണ് ആവാറ്. അതുകൊണ്ട് ഒരു 9 മണി 9:30 വരെയൊക്കെ നീണ്ടു പോകാറുണ്ട് ഇവിടുത്തെ കുർബാനകൾ. അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം കുർബാനയെ പറ്റിയിട്ട്. ഞായറാഴ്ച കുർബാന ഒരിക്കലും കളയരുത് എന്നൊരു ക്രിസ്തീയ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് പറ്റില്ല ഇവിടെ, കാരണം ഇത്രയും ദൂരമുള്ളത് കൊണ്ട്. എന്നാലും ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ഇവിടെ കുർബാനയ്ക്ക് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്രയധികം ദൂരം നടന്നിട്ട് അവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. കാരണം ഇവിടെ അടുത്തൊന്നല്ല വീടുകൾ. ഒരു വീട് ഇവിടെയാണെങ്കിൽ ഒരു വീട് അടുത്തത് വരുന്നത് 1 കിലോമീറ്റർ അകലെയായിട്ടായിരിക്കും. അത്രയും വലിയ വലിയ ഡിസ്റ്റൻസ് വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഈ ലൊക്കേഷനിൽ അങ്ങനെ വീടുകൾ വളരെ കുറവാണുള്ളത്. വളരെ കുറച്ച് വീടുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ പരമാവധി നടന്നുകൊണ്ട് അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് എത്താറുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തി. ഇതൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ എൻട്രൻസ് ആണ്. ഇതിനകത്തായിട്ടാണ് പള്ളി അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ചാപ്പലാണ് പള്ളി എന്ന് പറയുന്നത്. അല്ലാതെ വലിയ പള്ളിയൊന്നുമല്ല, ചെറിയൊരു ചാപ്പലാണ്. ഇതിനുള്ളിലാണ് നമ്മൾ കുർബാനയ്ക്കായിട്ട് പോകുന്നത്. ഞങ്ങൾ വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്തു. എന്നിട്ട് വേഗം ഇറങ്ങി. ചെന്നപ്പോഴാണ് ഇവിടെ ഗ്രോട്ടോ കണ്ടത്. ഗ്രോട്ടോ ചെന്നപ്പോൾ ഗ്രോട്ടോയിൽ പോയിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ഭാര്യയും അനുജത്തിയും ഞാനും കൂടെ മുട്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പള്ളിയിലേക്കാണ് ഓടിയത്. സമയം വൈകിയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഓടിയത് ഞങ്ങൾ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട്. ഗ്രോട്ടോ വളരെ മനോഹരമാണല്ലേ. അങ്ങനെ ഞങ്ങൾ വേഗം ഓടി പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളി ഞാൻ പറഞ്ഞല്ലോ ഉള്ളിലാണ്. സ്കൂളിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് പള്ളി വരുന്നത്. ഇപ്പുറത്ത് ലേഡീസ് സെക്ഷന്, അപ്പുറത്ത് ജെൻസിനുള്ളതാണ്. ഞാൻ ജെൻസിൻ്റെ വഴിയിലൂടെ തന്നെയാണ് കടന്നു പോയത്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറി. പള്ളിയിൽ അവരെ പ്രഭാത പ്രാർത്ഥന തുടങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവിടെ എത്തുമ്പോഴേക്കും പ്രാർത്ഥന പകുതിയാവും. അങ്ങനെ വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് അതുപോലെ തന്നെ കുറേ വിശേഷങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തു. കുർബാനയിലെയും അതുപോലെ കുറേ വിശേഷങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനും അനുജത്തിയും പോയി ചിക്കൻ വാങ്ങാനായിട്ട് പോയത്. ഇന്ന് ഞായറാഴ്ചയല്ലേ, സ്പെഷ്യൽ അതായിക്കോട്ടെ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് മല്ലു ട്രാവലിംഗ്.